ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. കോൺഫ്ലോറോ അഗറോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റാഗിയാണ്. ഞാൻ 1 കപ്പ് അളവിൽ റാഗി ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള റാഗി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്റെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് ഈ ഒരു റാഗി മിൽക്ക് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഒന്നുകിൽ അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുഴുവനായിട്ടൊന്നും അരഞ്ഞു വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2ഓ 3ഓ പ്രാവശ്യമായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം അരച്ചെടുത്തപ്പോഴത്തേക്കും എന്താ ഇതുപോലെ ഒരുപാട് റാഗി നമുക്ക് വീണ്ടും മുഴുവനായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിലേക്ക് വീണ്ടും 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പാല് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ മൊത്തത്തിൽ 3 പ്രാവശ്യമായിട്ടാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. 3ാമത്തെ പ്രാവശ്യം അരച്ചെടുത്തപ്പോഴത്തേക്കും ഇത്രയും പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കപ്പ് അളവിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3 കപ്പോളം പാലാണ് കിട്ടിയിട്ടുള്ളത്. 3 കപ്പും ഒരു 2 സ്പൂൺ അളവിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാല് വെച്ചിട്ടാണ് റാഗി പുഡിംഗ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മുടെ കയ്യിൽ റാഗി പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് അളവിൽ പൊടി എടുത്തിട്ട് ഒരു 3 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തൊന്ന് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മധുരം എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മധുരമായിരിക്കും. ഒരുപാട് മധുരം ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വരേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്. 5ഓ 6ഓ മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ തിക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റാഗി മിൽക്കിന്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടുള്ളൊരു കളറിൽ ആയി കിട്ടും. ഇപ്പം എന്താ ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതിൽ ഒരു നെയ്യുടെ ഒരു മണവും അതുപോലെ തന്നെ കുറച്ച് കാണാനായിട്ടൊരു ഷൈനിങ്ങും ഉണ്ടാവും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ആ പാത്രത്തിൽ എണ്ണയൊക്കെ ഒന്ന് പുരട്ടി നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം പുഡിംഗ് തയ്യാറാക്കാനായിട്ട്. ഇപ്പം ഞാൻ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവലാക്കി ഒന്ന് എടുക്കാം. കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാനായിട്ട് കുറച്ചൊന്ന് പാടായിരിക്കും. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ലെവലാക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലെവലിൽ വരുള്ളൂ. ഇപ്പം ഞാൻ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് സെറ്റാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം. ഞാൻ ആ ഒരു പുറം ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 1/2 മണിക്കൂർ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. 1/2 മണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തതിനൊന്ന് ലെവലാക്കി കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഈ ഒരു പുഡിങ്ങിന്റെ താഴെയായിട്ട് ഇടയ്ക്കൊക്കെ ചെറിയൊരു ഗ്യാപ്പ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റാഗി പുഡിംഗ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.